എനിക്ക് ഇപ്പോഴും നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം നിങ്ങൾ കേട്ടോ. ആ 3 തെണ്ടികളല്ല, മൃഗത്തിന് തുല്യമായ എന്തെന്ന് വിളിക്കണം. ആ 3 കാറുകാരും കാണിച്ച ചെറ്റത്തരം. അതിൽ ആദ്യത്തെ കാറിൽ ഒരു ഭാര്യയും ഭർത്താവായിരുന്നു. ഞാൻ ആ കാറ് ചില്ലി പോയിട്ട് കൊട്ടിയിട്ട് അയാൾ ആ കാറ് ചില്ല് തുറന്നില്ല. ഇത് കൊടുക്കണം. ഇന്ന് ഞാൻ വന്ന വഴിക്ക് വരാപ്പുഴേരി ഒരു പയ്യൻ, അനസ് എന്നാണ് അവന്റെ പേര്, പറൂരുകാരനാണ്. നമ്പർ പ്ലേറ്റ് 42 ആയിരുന്നു. 99 പൾസർ 220 ആക്സിഡന്റ് ആയി കിടന്നിട്ട് ചോരയിൽ കുളിച്ചവൻ കിടക്കുന്ന അവൻ ചോരയിൽ ഫുള്ളായിട്ട്. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, ആക്സിഡന്റ് ഉണ്ടാകുന്ന സമയത്ത് ഡോക്ടർമാർ പറയുന്ന സിനിമയിലൊക്കെ ആയിട്ട് ഒരു 10 മിനിറ്റ് മുമ്പ് കൊണ്ടുവന്നിരുന്നെങ്കിൽ, ഒരു 5 മിനിറ്റ് മുമ്പ് കൊണ്ടുവന്നിരുന്നെങ്കിൽ നമുക്ക് ജീവൻ രക്ഷിക്കാൻ പറ്റുമെന്ന്. ഇത് നമ്മുടെ പല ജീവിതത്തിലും മുമ്പിലോട്ട് പോകുമ്പോൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ആക്സിഡന്റ് ആയി റോഡിൽ കിടക്കുന്നത് ആളുകളൊക്കെ പല വിഷയങ്ങളും കേട്ടിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ചൊരു വീഡിയോ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം കടൽക്കൊമ്പന്റെ, അതായത് വീഡിയോ ഒക്കെ ചെയ്യുന്ന, കടലിലെ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന കടൽക്കൊമ്പന്റെ ഒരു സ്റ്റോറി ഞാൻ കണ്ടു. ആ സ്റ്റോറി ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റോറി നിങ്ങൾ കണ്ടിട്ടോ, അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇന്ന് ഞാൻ വന്ന വഴിക്ക് വരാപ്പുഴേരി ഒരു പയ്യൻ, അനസ് എന്നാണ് അവന്റെ പേര്, പറൂരുകാരനാണ്. നമ്പർ പ്ലേറ്റ് 42 ആയിരുന്നു. 99 പൾസർ 220 ആക്സിഡന്റ് ആയി കിടന്നിട്ട് ചോരയിൽ കുളിച്ചവൻ കിടക്കുന്ന അവൻ ചോരയിൽ ഫുള്ളായിട്ട്. ഞങ്ങൾ 10-20 പിള്ളേര് അങ്ങാടും കിടന്ന് ഓടി. 3-4 വണ്ടി കാറ് പുറകെ കിടപ്പുണ്ട്. ഞാൻ ആദ്യത്തെ വണ്ടി ചെന്നിട്ട് കരഞ്ഞുകൊണ്ട് കൊട്ടി കാറ് ചേട്ടൻ ഡോർ തുറക്കുന്ന ആ ചേട്ടൻ തുറന്നില്ല. മൈൻഡും കൂടി ചെയ്തില്ല. രണ്ടാമത്തെ ചെന്നപ്പോൾ പറഞ്ഞ് ബ്ലഡ് ആവും, ഷീറ്റ് വല്ലതുണ്ടാകും. ഞാൻ അവിടെ ഷീറ്റ് പുള്ളിക്ക് ഒട്ടും താല്പര്യമില്ല. 3-ാമത്തെ ആൾ കാറിൽ നിന്ന് ഇറങ്ങി പുറത്തോട്ട് പോയേക്കുന്നത്. ഞങ്ങൾ 10-20 ആൾക്കാർ 2 വീലറുകാരും അങ്ങാടും ഓടി. പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. അവൻ ചോരയിൽ ഇങ്ങനെ കുളിച്ചിട്ട് അവൻ പെടഞ്ഞോണ്ടിരിക്കുന്നു. ചില സമയത്ത് ഇങ്ങനെ നമ്മൾ പെടയ്ക്കുന്നു. എന്റെ ലൈഫിൽ ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നത് ഒരാളൊരു എന്താ പറയാ, ഒരു ജീവനാണ് കിടന്ന റോട്ടിൽ കിടന്ന് വരാപ്പുഴ പാലത്തിന്റെ മുകളിൽ കിടന്ന് ഇതാവണത്. ഒരു പട്ടി വണ്ടി ഇടിച്ചതിനേക്കാൾ കഷ്ടപ്പെട്ട് ഒരാളും തിരിഞ്ഞോ കണ്ടുപോകണി. എന്ത് സൊസൈറ്റി എന്നാവോ. ആക്സിഡന്റ് ഉണ്ടായി ആ പയ്യൻ ആ റോഡിൽ കിടന്നിട്ട്, ആ പാലത്തിൽ കിടന്നിട്ട്, കടൽക്കൊമ്പൻ പറയുന്നുണ്ട് 3ഓളം വണ്ടികൾ അവിടെ തടഞ്ഞു നിർത്തി. അതിനകത്തൊരു വണ്ടിക്കകത്ത് ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടെന്ന് പറയുന്നു. ചില്ലിൽ കൊട്ടിയിട്ട് പോലും അവർ തുറന്നില്ല. അതിനൊക്കെ ശേഷം പോലീസിനെ വിളിച്ച് 10-20 മിനിറ്റിന് ശേഷം ചോരയൊക്കെ വാർന്നു പോയതിന് ശേഷമാണ് ഈ പോലീസ് വന്നിട്ട് ഇവരെ, ഈ പയ്യനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. 22 വയസ്സുള്ള പയ്യൻ, അനസെന്ന മറ്റേ പേര്. നമ്മൾ പലപ്പോഴും ഇങ്ങനത്തെ സിറ്റുവേഷൻസ് നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി ഈ പയ്യൻ എന്ത് പറ്റി എന്നുള്ള കാര്യവും കടൽക്കൊമ്പൻ വേറൊരു റീലായിട്ടൊരു പോസ്റ്റായിട്ട് വന്നിട്ട് പറയുന്നുണ്ട്. വളരെ ദുഃഖകരമായ കാര്യം. ഷെയർ ചെയ്യാൻ പോലും നമുക്ക് വിഷമം തോന്നുന്നു. 22 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യൻ. ആ കുഞ്ഞിനെ എങ്ങനെയായിരിക്കും അവന്റെ വീട്ടുകാർ വളർത്തിക്കൊണ്ട് വന്നേ. ഒരു മോൻ ഉണ്ടാവുന്നു, അതിന് വളർത്തിക്കൊണ്ടുവരുന്നു. അപ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ എപ്പോഴും ഹെൽമെറ്റ് വെച്ചുകൊണ്ട് മാത്രം ട്രാവൽ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ബാക്കിൽ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിലും അവർ ഹെൽമെറ്റ് മസ്റ്റായിട്ടും ധരിക്കുക. ഒരു കാലം വരെ ഞാൻ ഹെൽമെറ്റ് ധരിക്കത്തില്ലായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം വരെ, ഡിസംബർ 25 വരെ ഞാൻ ഹെൽമെറ്റ് അങ്ങനെ യൂസ് ചെയ്യുന്ന ആളല്ല. പക്ഷേ ഡിസംബർ 25-നോ 24-നോ മറ്റോ കഴിഞ്ഞ വർഷം ഞാൻ എൻ്റെ മുന്നിൽ ഒരു കാഴ്ച കണ്ടു. എൻ്റെ കടയുടെ അവിടെ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ, എനിക്ക് അപ്പുറത്ത് തന്നെ പരിചയമുള്ള ഒരു ചേട്ടൻ വണ്ടിയിൽ പോകുന്നു. KSRTC വണ്ടിയെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് സ്കിഡ് ആവുന്നതാണ്. അദ്ദേഹം താഴേക്ക് വീഴുന്നു. പുറമെ ഒരു പരുക്കുമില്ല. തല ബാക്കിൽ എവിടെയോ തട്ടി. അദ്ദേഹത്തെ ഞാൻ വരുന്ന സമയത്ത് അദ്ദേഹത്തെ പൊക്കിയെടുത്തുകൊണ്ട് പോയും കഴിഞ്ഞു. വളരെ നിസ്സാരമായിട്ട്, പുറമെ ഒരു പരുക്കുമില്ല. പക്ഷെ ആള് മരിച്ചുപോയി. 2 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു, ആള് മരിച്ചുപോയി. വളരെ നിസ്സാരമായിട്ട് കടയിൽ നിന്ന് ഇറങ്ങി പുറത്തേക്കൊന്ന് പോയതാണ്. അപ്പോൾ അന്ന് പോലെ ഞാൻ തീരുമാനിച്ചു, ഇനി എന്തൊക്കെ വന്നാലും ഹെൽമെറ്റ് വേണം, ജീവിതത്തിന്റെ പാർട്ടാകണം. പലരും ചോദിക്കുമ്പോൾ ഹെൽമെറ്റ് വെച്ച് കഴിയുന്നവർക്ക് അപകടം വരത്തില്ല. അത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നമ്മുടെ നാട്ടിൽ നമുക്ക് ഹെൽമെറ്റ് വെക്കാത്തതിന് ഫൈൻ തരുന്നത്, അത് അവർ നമ്മളെ ഈ പിഴിയലൊന്നും അല്ല. നിങ്ങൾ ഹെൽമെറ്റ് വെച്ച് നോക്ക്, ഫൈൻ തരത്തില്ല. സീറ്റ് ബെൽറ്റ് ഇട്ട് നോക്ക്, ഫൈൻ തരത്തില്ല. അപ്പൊ ഇതിനെയൊക്കെ പിഴിഞ്ഞു മേടിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഗൾഫിലെ നിയമം ഇവിടെ വരണമെന്ന് പറയും. ഗൾഫിലൊക്കെ സ്പീഡൊന്ന് കൂടിക്കഴിഞ്ഞാൽ ഇത്ര രൂപ അടിച്ചു തരും. അതേപോലെ സീറ്റ് ബെൽറ്റിൽ ഇത്ര രൂപ അടിച്ചു തരും. ട്രാക്കിലൂടെ പോയി ഇത്ര രൂപ അടിച്ചു തരും. അവിടെ എല്ലാവർക്കും കൊടുക്കുന്നതിന് മടിയില്ല. ആ കാര്യത്തിലൊന്നും ഗൾഫ് നിയമം ഇവിടെ വേണമെന്ന് എന്താ പറയാത്തത്? അപ്പൊ ആ കാര്യങ്ങൾ എല്ലാവരും പാലിക്കുക. ഈ യുവാവിന് എന്ത് പറ്റിയെന്നുള്ള കാര്യം വളരെ വിഷമത്തോടെ കടൽക്കൊമ്പൻ പറഞ്ഞ വീഡിയോ ഞാനിവിടെ വെക്കുന്നുണ്ട്, കണ്ടുനോക്കാം. എല്ലാവരും ചോദിക്കുന്നുണ്ട് ചെക്കൻ എന്ത് പറ്റിയെന്ന്. എനിക്ക് അവൻ ആരാ എന്താന്ന് അറിഞ്ഞൂടാ. പക്ഷെ അവൻ മരിച്ചിട്ടാ. അവൻ അപ്പൊ ഹോസ്പിറ്റലിലെത്തി, ആസ്തറിലെത്തി പോയി. പക്ഷെ എനിക്ക് ഇപ്പോഴും നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം നിങ്ങൾ കേട്ടോ. ആ 3 തെണ്ടികളല്ല, മൃഗത്തിന് തുല്യമായ എന്തെന്ന് വിളിക്കണം. ആ 3 കാറുകാരും കാണിച്ച ചെറ്റത്തരം. അതിൽ ആദ്യത്തെ കാറിൽ ഒരു ഭാര്യയും ഭർത്താവായിരുന്നു. ഞാൻ ആ കാറ് ചില്ലി പോയിട്ട് കൊട്ടിയിട്ട് അയാൾ ആ കാറ് ചില്ല് തുറന്നില്ല. ആദ്യം കിടന്ന ആ വണ്ടി ഇടിച്ചതിന്റെ തൊട്ട് ആ പയ്യൻ ജീവന് വേണ്ടി കിടന്ന് പിടയുന്ന സമയത്ത് ആ കാറ് മുന്നിൽ കിടപ്പുണ്ട്. ഞാൻ പാലം, വരാപ്പുഴ പാലത്തിന്റെ ഇറക്കിന്ന് ബ്ലോക്ക് വന്നിട്ട് അതിന്റെ ഇടയിൽ നിന്ന് കുത്തിക്കേറ്റിയാണ് അവിടെ വന്നത്. അപ്പൊ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അവിടെ എത്താൻ. എന്നിട്ടും അയാളൊന്ന് മുൻകൈ എടുത്ത് അവനൊന്ന് കയറ്റി ആ കാറിക്കൊണ്ട് ചിലപ്പോൾ പയ്യൻ രക്ഷപ്പെട്ടാനെ. ഞാൻ വെറുതെ പറഞ്ഞില്ല, അത്രയും ബ്ലഡ് അവൻ അവിടെ പോയി. ഞങ്ങൾ കുറച്ച് 2 വീലറുകാർ മാത്രം അവിടെ നിന്ന്, പിള്ളേരാണ്, എന്ത് ചെയ്യണമെന്നുള്ള കുറച്ചൊരു കമന്റിൽ ആംബുലൻസിനെ വിളിക്കാറില്ലേ. ആംബുലൻസ് വന്നേക്കാളും മുന്നേ നമുക്ക് എത്രയോ പെട്ടെന്ന് അവരൊന്ന് മുൻകൈ എടുത്തെങ്കിൽ, ഇപ്പൊ ഈ 3 കാറും അവരുടെ കുടുംബത്തിലുള്ള ഒരാളാണെങ്കിൽ അവർ ചാടി വന്ന ആ പയ്യൻ എടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകില്ലേ. പുച്ഛം മാത്രം. എന്തായാലും ഈ വീഡിയോ ആ ചേട്ടനും ആ ചേച്ചിയും കാണണ്ടാവും. ഓർത്ത് വെച്ചോ, നാളെ നിങ്ങളുടെ ഒരാൾക്ക്, നിങ്ങളുടെ കുടുംബത്തിൽ ഒരാൾക്ക് ഈ അവസ്ഥ വരാതിരിക്കാൻ കേട്ടാ. അത്രേ പറയാനുള്ളൂ. അവൻ മരിച്ച്, അവൻ പോയി. അതാണ് എനിക്ക് പറയാൻ പറ്റിയ ലാസ്റ്റ് അപ്ഡേഷൻ. അപ്പൊ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായി, ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ടാണ്. കുറെ പേര് പോലീസിനെ പിന്നീട് ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നുള്ള പോലീസിനെ വിളിച്ച് അവര് വന്ന മൊത്തം 20 മിനിറ്റ് അവൻ അവിടെ കിടന്ന് ആ റോട്ടിൽ ചോരയിൽ പറഞ്ഞ ഫ്രണ്ടിൽ കിടക്കണ കാറൊന്നും എടുത്തെങ്കിൽ ഒന്നും അവൻ ഇടിക്കണ സമയത്ത് അവൻ വാരി എടുത്തൊന്ന് ആസറിൽ എത്തിച്ചെങ്കിലല്ല എന്ന് അവൻ രക്ഷപ്പെട്ടാണ്. വളരെ ദുഃഖത്തോടെ മാത്രമേ
ആ വാർത്ത കേൾക്കാൻ പറ്റുള്ളൂ. കാര്യം ആദ്യത്തെ ഒരു സ്റ്റോറി, ഒരു പോസ്റ്റ് ഞാൻ കണ്ടു, ഇതുപോലെ അപകടത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അതിന്റെ രക്ഷപ്പെടണേ എന്ന് ഞാൻ ആഗ്രഹിച്ചു. ഞാനൊരു യാത്രയിലായിരുന്നു. അതിനുശേഷം പിന്നീട് ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ ഉടനെ ഞാൻ കടൽക്കൊമ്പന് മെസ്സേജ് വായിച്ചു. അപ്പോൾ അവൻ പറഞ്ഞ വളരെ ദാരുണമായ സംഭവം. പിന്നീട് ഞാൻ വീഡിയോ ഒന്നുകൂടെ വന്ന് കണ്ടപ്പോഴാണ് എൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാവുന്നത്. ഇവർ പോലീസിനെ വിളിച്ച് 10-20 മിനിറ്റ് കഴിഞ്ഞ് പോലീസുകാർ വന്നു. പോലീസുകാരാ കൊണ്ടുപോയത്. ഈ ഒരു ബൈക്കിലായിരുന്നു. പിള്ളേർ എന്ത് ചെയ്യാൻ പറ്റും? ആ കാറുകാരൻ, ആ വന്ന 3 കാറുകാരിൽ ആരെങ്കിലും ഒരാളൊന്ന് തുറന്നിട്ടുണ്ടായിരുന്നു ഈ പയ്യന് 20 മിനിറ്റ് മുമ്പ് ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു ആ കുഞ്ഞിന് ജീവനോട് ഇരുന്നേനെ. എനിക്ക് പറയാനുള്ളത്, കടൽ കൊമ്പന്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, നിങ്ങളുടെ വീട്ടിലുള്ള ആർക്കെങ്കിലും ആയിരുന്നു സംഭവിച്ചിരുന്നെങ്കിൽ ആർക്കും അങ്ങനെ വരാതിരിക്കട്ടെ. കാറിൽ ചോര പറ്റുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാറിലേക്ക് ചോര പറ്റത്തില്ല. നിങ്ങൾ ആലോചിച്ച് 1000, 500, 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം 2 ദിവസം ശമ്പളം കൊടുത്താൽ അത് കഴുകിക്കളയാന്നുള്ളതേ ഉള്ളൂ. ഈ പയ്യന്റെ ജീവൻ അതിലേ വലുതില്ല. ജീവനെക്കാട്ടി വലുതാണോ? ഒരാൾക്ക് ജീവനുണ്ടെങ്കിൽ എത്ര കാർ വേണമെങ്കിലും കഴുകാം. അതിനപ്പുറത്തേക്ക് നിങ്ങളുടെയൊക്കെ മക്കളായിരുന്നെങ്കിൽ ഇത് നിങ്ങൾ ചെയ്യൂ. ഈ വീഡിയോ അവർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളത് കാണും. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും കടൽക്കൊമ്പൻ, ഈ ഒരു വീഡിയോ കടൽക്കൊമ്പൻ എന്ന വ്യക്തി അത്യാവശ്യം ആൾക്കറിയാം. നിങ്ങൾ ഈ കാറിൽ വന്ന് തട്ടിയപ്പോൾ അദ്ദേഹമായിരുന്നു നിങ്ങൾക്ക് അറിയാം. ഇതിലെല്ലാത്തും ഇവർ ഈ ലോകത്ത് മറ്റാർക്കും അറിയില്ലെങ്കിലും ഈ കാറിൽ സഞ്ചരിച്ചവർ, 3 കാറിൽ സഞ്ചരിച്ചവർക്കും അറിയാം നിങ്ങളാണ് ആളുകളെന്ന്. നിങ്ങൾക്ക് ഇനി ജീവിതകാലത്ത് ഓർമ്മയുള്ളിടത്തോളം കാലം നിങ്ങൾക്ക് മനസ്സാക്ഷി കുത്തുണ്ടാവത്തില്ലേ? മനസ്സാക്ഷി ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു ദിവസം കിടന്ന് ഉറങ്ങാൻ പറ്റും? നിങ്ങളുടെ മോനാന്ന് ചിന്തിച്ച് നോക്കിക്കേ. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത്, ആർക്ക് എന്ത് അപകടം പറ്റിയാലും നിങ്ങൾ ഒന്ന് നിർത്തി നോക്കുക. നിങ്ങളെ കൊണ്ട് പറ്റുന്ന എന്തായാലും ചെയ്യുക. എനിക്ക് അതേ പറയാനുള്ളൂ. കാറിൽ ചോര പറ്റുമെന്നൊക്കെ ഉള്ളത് കഴിയാൻ പോകുന്ന കാര്യമാണ്. നിങ്ങൾ ഇറങ്ങുക. നിങ്ങളുടെ സമയം, നിങ്ങളിപ്പോൾ വലിയ രീതിയിൽ പോകുന്നു. ആ ആക്സിഡന്റ് നിങ്ങളുടെ കാറിനാണ് തട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒന്നും പറ്റിയില്ലെന്നിരിക്കട്ടെ, നിങ്ങൾ എവിടെ ധൃതി പിടിച്ചു പോയാലും നിങ്ങൾക്ക് അന്ന് പോകാൻ പറ്റുമോ? കേസായി, വഴക്കായി, അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല. അപ്പൊ ആർക്ക് എന്താ അപകടം പറ്റിയില്ല, ഒന്ന് നിർത്തി നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം നിങ്ങൾ ചെയ്തിട്ട് പോകും. അത് ഈ പറയുന്നത് പോലെ തല പൊട്ടിയോ ചോര പോകുന്ന അപകടങ്ങളാണെങ്കിൽ എത്രയും വേഗം, അല്ലാതെ ചെറിയ ചെറിയ അപകടങ്ങളാണ്, ചെറിയ ഉളുക്കോ ചതവോ ആണെങ്കിൽ ഓക്കെ, അത് നിങ്ങൾ പോയാലും പറയാം അദ്ദേഹത്തിന് ജീവൻ അപായമില്ലെന്ന്. ഇങ്ങനത്തെ കേസുകളിൽ ചോര വാർന്നൊലിക്കുന്ന ആ കുഞ്ഞിനെ അവിടെ ഇട്ടിട്ട് പോകുമ്പോൾ അതിന്റെ ഫോട്ടോയാ പിന്നീട് കാണുന്നത്. ചരമം, ആദരാഞ്ജലി. 22 വയസ്സ് മാത്രം പ്രായമുള്ള ആ മകൻ ഈ ലോകത്ത് ഇന്നില്ല. ഒന്ന് കരുണ കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമായിരുന്നു. വലിയ കാറുണ്ടായിട്ടും വലിയ സമ്പത്തുണ്ടായിട്ടും വലിയ പണം ഉണ്ടായിട്ടും ഒരു കാര്യമില്ല. മനസാക്ഷി എന്ന് പറഞ്ഞൊരു സാധനം മനുഷ്യൻ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. ഇത് നിങ്ങളുടെ വീട്ടിലേക്കൊക്കെ വരാതെ ഇരിക്കട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഇനിയെങ്കിലും ഒരു പാഠമാക്കിയിട്ട് ജീവിതത്തിൽ എപ്പോ ഇങ്ങനത്തെ ഒരു അപകടം കണ്ടാലും രക്ഷിക്കണം പ്ലീസ്. ഇതൊരു റിക്വസ്റ്റ് ആണ്. കാരണം ഏത് അപകടവും ഏത് മനുഷ്യൻ എപ്പോഴും സഞ്ചരിക്കാം. ദൈവത്തിന്റെ കാവലുണ്ടാവട്ടെ എല്ലാ കാര്യത്തിൽ നിന്നും. പക്ഷെ ഒരു അപകടം പിണഞ്ഞു പോയി കഴിഞ്ഞാൽ, നിങ്ങൾ തട്ടി മാറ്റി കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്ന, ദൈവത്തെ ഇറങ്ങി വന്നാരും സഹായിക്കത്തൊന്നുമില്ല. നമുക്ക് ഒരുപാട് പേർക്ക് ഓരോ കഴിവുകൾ തന്നിട്ടുണ്ട്. ചിലർക്ക് വാഹനം ഓടിക്കുന്ന രീതിയിൽ, ചിലർക്ക് വാഹനമായിട്ടും, ചിലർക്ക് ആരോഗ്യമായിട്ടും പണമായിട്ടും ഒക്കെ ഓരോ കഴിവുകൾ തന്നിട്ടുണ്ട്. കൃത്യസമയത്ത് യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും പരീക്ഷണങ്ങൾ ഉണ്ടാവും. ആ പരീക്ഷണങ്ങൾ അതിജീവിക്കാൻ ഒരു പക്ഷെ മനുഷ്യൻ എന്ന രീതിയിൽ നമുക്ക് കഴിഞ്ഞൊന്നും വരത്തില്ല. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഈ കുഞ്ഞിന്റെ ജീവൻ പോയി. നിങ്ങൾക്ക് ഇനിയെങ്കിലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതത്തിൽ തീരുമാനം എടുക്കുക. മറ്റൊരാളെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതി നിങ്ങൾ സഹായിക്കണം. ഇതിനിപ്പോൾ സാമ്പത്തികമായിട്ടൊന്നും സഹായിക്കേണ്ട കാര്യമില്ലായിരുന്നു. ജസ്റ്റ് നിങ്ങൾ വണ്ടി നിർത്തി ആ കുഞ്ഞൊരു ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ഇന്നും ജീവനോടെ ഇരുന്നതിന് ഒരു ജീവൻ നിങ്ങൾ കാരണം പൊലിഞ്ഞു എന്നുള്ള കുറ്റബോധത്തോടെ ജീവിക്കേണ്ട ഗതികേട് ആർക്കും വരാതിരിക്കട്ടെ. പറ്റുന്ന മാക്സിമം എല്ലാവരെയും സഹായിക്കുക. ഇതിൽ ഒരുപാട് വിഷമമുണ്ട്, ഒരുപാട് ദുഃഖമുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു വീഡിയോ പുറത്തേക്ക് കൊണ്ടുവന്ന, നല്ലൊരു മെസ്സേജ് എന്തായാലും പുറത്തേക്ക് കൊണ്ടുവന്ന കടൽക്കൊമ്പന് തീർച്ചയായിട്ടും അദ്ദേഹം ഈ ഒരു കാര്യം പുറത്തേക്ക് കൊണ്ടുവന്ന ഒരുപാട് പേർക്ക് ഇതിലൊരു ബോധം ഉണ്ടാവട്ടെ. അതിനുവേണ്ടി പറയുന്നു. അതിനുവേണ്ടി എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുന്നു, പ്ലീസ് ദയവ് ചെയ്തിട്ട് നിങ്ങളിപ്പോൾ ഈ വണ്ടി നിർത്താതെ പോയത് ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ആയിരുന്നെങ്കിലോ, നിങ്ങൾ പോലും ഒരു വണ്ടി നിർത്താതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നോവൽ എന്നും ഉണ്ടായിരിക്കത്തില്ലേ. മാത്രമല്ല ഇന്ത്യയിലുള്ള എല്ലാവരും സഹോദരി സഹോദരങ്ങളാണ്. ഒരു സഹോദരൻ നിങ്ങൾ കാരണമില്ലാതാവുമ്പോൾ ദുഃഖിക്കണം, ഓർക്കണം. അതിൻ്റെ ചെയ്യുന്നു. ഇറ്റ്സ് മീ അൽതോ സൈനിങ് ഔട്ട്.